ഹലോ, ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ്. നമ്മുടെ പുതിയ അടുക്കളയിലെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോയാണ്. അപ്പോൾ നല്ലൊരു മധുരം തന്നെ ആയിക്കോട്ടെ. സംഭവം ചക്ക വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചക്ക വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ പായസം ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോളൂ. സംഭവം അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ചക്കയാണ് വേണ്ടത്. അപ്പോൾ നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഒരേ കനത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. എല്ലാം ഒരേ സൈസിൽ കഴിയുന്നതും ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം 5 കപ്പ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. 5 കപ്പ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചക്ക നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ശർക്കരയാണ്, പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ മാറ്റി വെക്കാം. 250 ഗ്രാം അല്ലെങ്കിൽ ഒരു 300 ഗ്രാമിൻ്റെ അടുത്ത് വരെ എടുക്കാം കേട്ടോ. ഞാനൊരു ഇച്ചിരി മിൽക്ക് മെയ്ഡും കൂടെ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കുറച്ച് മാത്രമാണ്. അപ്പോൾ 250 ഗ്രാം ശർക്കര പാകത്തിന് തന്നെ ആകുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 275 ഗ്രാം ശർക്കര ഒക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേറൊരു അടുപ്പിൽ ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്ക ഒന്ന് ചെറുതായിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു 2 ടീസ്പൂണ് 2 3 ടീസ്പൂണ് മാത്രം നെയ്യ് ചേർത്തിട്ട് നമുക്ക് ചക്ക ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നും അല്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു മിനിറ്റ് വേണ്ട. പിന്നെ ഇതിലോട്ട് നമുക്കിനി വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശർക്കര ഇവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചത് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിന്. നല്ലോണം മെൽട്ടായി വരുമ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇതിപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഒരു മിനിറ്റിൻ്റെ അടുത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കളറ് മാറാൻ അങ്ങനെ ഒന്നും നിൽക്കാണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് തന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ശർക്കര നമുക്ക് അരിപ്പയിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഞാൻ 1-ാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ ഒരു സമയത്ത് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 കപ്പ് 2-ാം പാലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ എന്തായാലും 1-ാം പാൽ എടുത്തിട്ട് പിന്നെ ആ ഒരു തേങ്ങ ജസ്റ്റ് ഒന്ന് വെള്ളം ചേർത്തിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു 2-ാം പാലും ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ചക്ക ഒന്ന് വേകണം, നല്ലോണം വെന്ത് ഉടഞ്ഞ് അങ്ങനെ ആകണ്ട, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് നിറച്ചല്ല, 1/4 കപ്പിൻ്റെ അടുത്ത് പച്ചരി കഴുകിയെടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചൗവരി, ഒരു 3 ടേബിൾ സ്പൂണോളം ചൗവരി നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചൗവരി ഒന്ന് വേവിച്ചെടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് വെള്ളം ചേർത്തിട്ട്. പിന്നെ ഈ പച്ചരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 4 ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഏലക്കപ്പൊടിയാണെങ്കിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതാ നമ്മുടെ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിന്. ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ ഒന്നും കൂടെ നല്ലത്. കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുന്നതിനേക്കാളും വെന്ത് അങ്ങനെ ഉടയണ്ട, പാകത്തിന് ഇതുപോലെ കഷ്ണമായിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാവണം. നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം കേട്ടോ, ആ ഒരു രീതിയിൽ. ഇപ്പോൾ ഇതാ ഇതിലോട്ട് പച്ചരി അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് നമ്മൾ ചൗവരി ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുതിർത്ത് വെച്ച ചൗവരി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് വെള്ളം ഊറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് ഒരിച്ചിരി പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളക്കണം. നമ്മൾ അരി അരച്ചതൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് ചെറുതായിട്ട് പച്ചരിയൊക്കെ ഒന്ന് വേകണം. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് അധികം അങ്ങനെ വേവിച്ചെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇനി എല്ലാം കൂടി ഇത് തിളച്ച് വന്നപ്പോൾ ഇതിലോട്ട് 2 കപ്പ് അല്ലെങ്കിൽ ഒരു 2.5 കപ്പ് വരെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2.5 കപ്പോളം 1-ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് തിളച്ചാൽ മതി. തിളപ്പിച്ചെടുക്കുന്നുണ്ട്, അങ്ങനെ തീരെ തിളപ്പിക്കാതെ വെക്കുന്നില്ല കേട്ടോ. നമ്മൾ തിളപ്പിച്ചെടുക്കുക. എന്തായാലും തിളപ്പിച്ചെടുക്കുമ്പോൾ അങ്ങനെ പാല് പിരിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. അല്ലാതെ ഇങ്ങനെ ഒരുപാട് തിളപ്പിച്ചെടുക്കാനൊന്നുമില്ല. അപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല, പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി മിൽക്ക് മെയ്ഡും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാം കൂടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മധുരവും ഉപ്പും
എല്ലാം കൂടെ പാകത്തിനായിട്ടുണ്ട്. നല്ല അടിപൊളി പായസമാണ്. ഇനി ഒരു കാര്യം കൂടി ഇതിലോട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരടുപ്പിൽ ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. ഇതിലോട്ട് ഒരു ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂണ്. ഇതിലോട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും, ആദ്യം അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലോട്ട് ഒരിച്ചിരി കിസ്മിസും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചക്ക വെച്ചിട്ടുള്ള പായസമാണ്. ചക്ക വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം. സംഭവം അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഒരുപാട് പേര് ഇവിടെ ഇത് വന്നപ്പോൾ ഞാനിത് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിന്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം. സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ് ഈ ഒരു ചക്ക പായസം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.